ഇന്നലെ ഒരു ഞായറാഴ്ച ആയിട്ട് തന്നെ നല്ല ചിമിട്ടം പനി പിടിച്ച് കഴിച്ചു എനിക്ക്. ഈ ഷീറ്റിൻ്റെ അടിയിലെല്ലാം കാപ്പി ഉണക്കാനിട്ടാണ്. അതല്ലേലും കാപ്പി ഉണക്കാനിട്ടാ അപ്പം മഴ പെയ്യും. ഇനി ഈ കാപ്പിയെല്ലാം ഉണങ്ങി വരാൻ നല്ല സമയമെടുക്കും ഗൈസ്, കാരണം എല്ലാം നനഞ്ഞു. പനി ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല കിടിലം കഞ്ഞിയൊക്കെ കുടിച്ച് നേരെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എനിക്ക് തീരെ വയ്യ ഗൈസ്, പക്ഷെ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പോകുന്ന വഴിക്കാണെങ്കിൽ എനിക്ക് അമ്പലത്തിൽ കയറാനൊരു മൂഡ്. അങ്ങനെ ഞാൻ നേരെ ശരത്തിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവാണ് ഇപ്പോൾ. പിന്നെ ഗൈസ് ഇവനും സാമിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. മറ്റന്നാളാണ് ഞങ്ങൾ മലയ്ക്ക് പോകുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോവാണ്. എല്ലാ ദിവസവും ഓഫീസിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് കാണിക്കാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഓഫീസിലേക്ക് എത്തി ഒന്ന് സെറ്റിലായി. ഇന്നലത്തെ പനിയുടെ ക്ഷീണം മുഖത്തുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വരുന്നു. ഇതാണ് ആദിൽ. ഇവൻ എൻ്റെ അടുത്ത പാർട്ട്ണറാണ് ഗൈസ്. ഇവനും പനിയും ചുമയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾ ഓഫീസിലോട്ട് കയറി വന്ന ഒരു ഗവൺമെൻറ് ആശുപത്രിയുടെ വൈബാണ് കിട്ടുക. ഞാൻ ഇവിടെ ഇരുന്ന് ചുമയ്ക്കുമ്പോൾ ശക്തി ഒട്ടും കുറയാതെ അവൻ അപ്പുറത്തിരുന്ന് ചുമയ്ക്കും. എന്തായാലേ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ബാങ്കാണ്. ഇന്നാണെങ്കിൽ ബാങ്കിൽ ഒടുക്കത്തെ തിരക്കും. അങ്ങനെ ഇൻറ്റേൺസിനെ എടുത്തു പോയി അവരെ വർക്കൊക്കെ ഒന്ന് നോക്കി അവരെയും കൂട്ടി ഓരോ ചായ കുടിക്കാൻ പോയി. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ അതിലെയും കൂട്ടി അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇത്രയും പേര് ചമ്മിയ കൂട്ടത്തിൽ ഞങ്ങൾ ചമ്മി. ഇന്ന് അന്നദാനം ഇല്ല ഗൈസ്. അപ്പം ഞങ്ങൾ അടുത്ത ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി എന്ന് പറഞ്ഞാൽ വെജ് ബിരിയാണിയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ വെജ് ബിരിയാണി കിടിലൻ ബിരിയാണിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ ഓഫീസിലെത്തി ഞാൻ എൻ്റെ പണികളിലേക്ക്. അപ്പോൾ ഗൈസ് ബൈ ബൈ, നാളെ കാണാം. ഇഷ്ടം പോലെ പണിയുണ്ട്.